ഒരുപാട് പണമുണ്ടെങ്കിൽ മാത്രം തുടങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ബിസിനസ് എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. ശരിയാണ്, ഒരു മുതൽ മുടക്ക് എല്ലാ ബിസിനസ്സുകൾക്കും ആവശ്യമാണ് എന്ന് കരുതി വളരെ വലിയ തുക ആദ്യം തന്നെ കയ്യിൽ കരുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും ഇനി അഥവാ ചെറിയ ശമ്പളമുള്ള ജോലിയാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് വഴികൾ മുൻപിൽ തുറന്നു കിട്ടും. പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ് ഒരു ചായക്കട തുടങ്ങിയാലോ എന്നത്. വെറുതെ തമാശയായി പറഞ്ഞു കളയാവുന്ന കാര്യമല്ല ഇത്. 10,000 രൂപ മുടക്കി ആരംഭിച്ചിട്ട് ലക്ഷങ്ങൾ കൊയ്യുന്ന ചായക്കടയിലൂടെ പിന്നീട് ഹോട്ടൽ ഫ്രാഞ്ചൈസികളുമൊക്കെയായി വലിയ ബിസിനസ്സുകാരായി മാറിയ നിരവധി പേരുണ്ട്. ചായയും സമൂസയും വിൽക്കുന്ന ബിസിനസ് ആരംഭിച്ചാൽ പോലും അതിനെ ലാർജ് സ്കെയിലിലേക്ക് ഉയർത്താൻ നിങ്ങളുടെ കഠിനാധ്വാനവും സമയവും കൃത്യമായി വിനിയോഗിച്ചാൽ സാധിക്കും. ചായക്കട ഇട്ടാൽ ആളുകൾ എന്തു പറയും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വിജയിച്ചവരുടെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും എന്നത് ഓർക്കുക. ഇത്രയും പഠിച്ച് നല്ല ജോലിയും ഉണ്ടായിരുന്നിട്ടും നീ എന്തിനാണ് ചായക്കട നടത്തുന്നത് എന്നൊക്കെ പുച്ഛിച്ച് ചോദിക്കുന്ന പലരും ചുറ്റിലും ഉണ്ടായേക്കാം. എന്നാൽ സ്വന്തം ബിസിനസ്സിലൂടെ അധ്വാനിക്കുന്നതും മുതലാളിയായി തുടരുന്നതും മറ്റൊരാളുടെ കീഴിൽ സേവനം അനുഷ്ഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഈ പുച്ഛിക്കുന്നവർക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരക്കാരെ വകവെക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ചായക്കട ആരംഭിക്കുമ്പോൾ നിങ്ങളും അവിടെ തൊഴിലെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ലാഭം കൂടുകയാണ് ചെയ്യുക.